3 പാത്രത്തിലത്തെ കരിയപ്പന്മാരെ ഞാൻ ഒറ്റ പാത്രത്തിലാക്കിയാണ്ട് നട്ടു. ഇന്ന് വൃത്തിയാക്കുന്ന പരിപാടി കേട്ടോ. ഞാൻ ഓടൊക്കെ മാറ്റി, ഇനി ഓട് വെക്കണില്ല. അടിയിൽ ഓട് ഇവിടെ ഇങ്ങനെ വെച്ചതായിരുന്നു, ഇങ്ങനെ വരിക്കാണ് ഓട് വെച്ചിരുന്നത്. അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി ഇവിടെ അടിച്ചേരി വൃത്തിയൊക്കെ കഴിഞ്ഞിട്ടില്ല, ഒരുപാട് സമയമായി നിൽക്കണിട്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഓടുമേലുള്ളത് വെച്ചതായിരുന്നു, അതൊക്കെ ഇനി മാറ്റി. ഞാൻ ഓട് വെക്കണില്ല. ഓട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ് ഓട് വെക്കാഞ്ഞാൽ. ഇനി എന്താ അറിയില്ല. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. മീഷോന്ന് ഇങ്ങനെ അടപ്പുകൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനത്തെ പാത്രത്തേക്ക് അത് കൊള്ളുള്ളൂ, വലിയ ചെടിച്ചട്ടിക്ക് അത് പറ്റൂല. ഇനി വലിയ ഇങ്ങനത്തെ മൂടി ഉണ്ടോയെന്ന് ആരെങ്കിലും ചോദിച്ച് നോക്കണം. ഇപ്പം ഇന്ന് വെച്ചതാണ്, ഇങ്ങനെ വെച്ചതാണ്, റെഡിക്ക് വെച്ചതാണ്. അതാ ഇതിൽ ഞാൻ പൈനാപ്പിളിൻ്റെ ഇത് നട്ടു. 3 തൈകൾ ഇങ്ങനെ നട്ടു. ഇങ്ങനെ 3 പാത്രത്തിൽ 2 ഈച്ച 3 ഒക്കെ ആയിട്ട് അങ്ങനെ നട്ടിട്ടുണ്ട്. നമുക്ക് തീരെ കാണിച്ചു തന്നു. ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുള്ള അടിച്ചാറിൽ ഇതൊക്കെ നിറച്ചു. ഇതിൽ ഇഞ്ചി നട്ടു. ഇതിലും ഇഞ്ചിയാണ് നട്ടത്. നടുമ്പോൾ ഒന്നും കാണിക്കാൻ എനിക്ക് കഴിയില്ല, വീഡിയോ പിടിക്കുന്നതൊക്കെ ഞാനായതുകൊണ്ട്. ഇതിൽ ഞാൻ ചേനയും വലിയ ചേമ്പിൻ്റെ ഒരു വിത്തും നട്ടിട്ടുണ്ട്. ഇതിലും ചേനയും വലിയ ചേമ്പും. അത് തന്നെ. ഇനി ഒരുപാട് പണികളുണ്ട്. ഇതുണ്ട്, മണ്ണൊക്കെ കുറേ വൃത്തിയാക്കി. ചാക്ക് ഇനി ഉപയോഗിക്കണില്ല, ചാക്ക് വേഗം ഉരുമ്പാണ്. ഇനി ചാക്കൊന്നും ഉപയോഗിക്കണില്ല. ഇനിയിപ്പോൾ കപ്പയ്ക്ക് മാത്രം ചാക്ക് ഉപയോഗിക്കണുള്ളൂ. അതൊരു കൈതച്ചക്കയാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ ഞാനത് ചാക്ക് മാറ്റും.